പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ടീച്ചേഴ്സ് തന്നെ ഏത് ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് സംശയം ഉണ്ടോ എന്ന് ഇങ്ങോട്ടും ചോദിക്കരുത്. ഞങ്ങളുടെ എന്റെ പേര് ആലിയ. അപ്പോ ഒരു 3 ദിവസത്തെ ഇന്റേൺഷിപ്പാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളിങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സാർമാരൊക്കെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു ഷോർട്ട് ടേമിൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് റിഫയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാനിങ്ങനെ വെറ്റ് ലാബിൽ അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ട് കുറച്ച് തീരുമാനം എടുത്തിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ വന്നപ്പോ ഞങ്ങൾക്ക് മൈക്രോബയോളജിന്റെ ലാബിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ബാക്കിയുള്ള ലാബ് രസമായിരുന്നു. ഒരു ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഞങ്ങൾ യൂസ് ചെയ്ത് തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടക്ടോമെട്രി ആയാലും അതെ, pH ആയാലും അതെ, നമ്മൾ ഒരുപാട് ചെയ്യുന്നതാണ് ലാബിൽ. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരുന്നു. മൈക്രോബയോളജി പോയപ്പോ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും കൂടി പറയുകയും ചെയ്തിരുന്നത് നല്ല ഉണ്ട് നമുക്ക്. പിന്നെ ഞങ്ങളുടെ ലാബ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലാബ് കുറച്ചും കൂടിയും ലാബിന്റെ ക്ലീൻനെസ്സും അതുപോലെ ഭയങ്കര നീറ്റാണ് ലാബ്. എക്യുപ്മെന്റ്സ് ആയാലും അതെ. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കോളേജിലുള്ളത് മൗത്ത് പിപ്പറ്റിംഗ് തന്നെയാണ്. ഇതുവരെ ബൾബ് പിപ്പറ്റിങ്ങോ അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന പോലത്തെ പിപ്പറ്റോ ഒന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടണ്ട, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയുന്നുണ്ട്. ഈസി ആയിട്ട് കുറച്ചും കൂടിയും ലാബ് നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് അടുത്ത് വരുന്നുണ്ടായിരുന്നു ലാബ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇന്നലെ സാറിന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെപ്പോഴും ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുക. പക്ഷെ നമ്മള് ഈ ലോകം പോകുന്നത് എവിടേക്കാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം എന്നുള്ളൊരു സംഭവം സാറ് പറഞ്ഞപ്പോ തട്ടി. അതായത് ഇത് മാത്രമല്ല, നമുക്ക് ജോബ് നമുക്ക് പല രീതിയിൽ നമുക്ക് ജോബ് കിട്ടാൻ സാധ്യതകളുണ്ട്. പല മേഖലയിൽ പോയി കഴിഞ്ഞാലും ഡിവോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാ ശോഭിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള കാര്യങ്ങള് സാറ് പറഞ്ഞപ്പോ ഒന്നും കൂടി മനസ്സിലുറച്ചു. പിന്നെ ഇന്നത്തെ ലാബായാലും അതെ, പുതിയതായിട്ട് ഞങ്ങൾക്ക് ഓയിലിന്റെ ഫുൾ സ്പൈസസിന്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ DO ഉണ്ടല്ലോ, ഡിസോൾഡ് ഓക്സിജൻ, അതുപോലെ തന്നെ COD കാര്യങ്ങൾ ഞങ്ങൾ ലാബിൽ ചെയ്യാറില്ല. ഓൺലി തിയറി പാർട്ട് മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളും കൂടി ചെയ്തപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയി.